ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഒരു കാർഡ്ബോർഡിനെ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു ബൈൻഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മളൊരു യെല്ലോ കളർ ചാർട്ട് ഇതുപോലെ വെച്ചിട്ട് അതിന് നമ്മളത് ഒരു സ്ട്രോബെറി വരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് തംബ്നെയിലിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനൊരു സ്ട്രോബെറി സെറ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം കുട്ടി സ്കൂളിലെ ഫാൻസി ഡ്രസ്സിന് ബട്ടർഫ്ലൈ ആയിരുന്നു. നമുക്ക് യൂട്യൂബിലൊക്കെ നല്ല 1 മില്യൺ വ്യൂസിൽ കൂടുതൽ കിട്ടിയ വീഡിയോ ആയിരുന്നു ബട്ടർഫ്ലൈൻ്റെത്. ഇത്തവണ നീക്കുട്ടി ഫ്രൂട്ടാണ് കേട്ടോ, സ്ട്രോബെറിയാണ് ആവുന്നത്. മോളുടെ ബോഡിയുടെ അളവിനനുസരിച്ചുള്ളൊരു ബൈൻഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ യെല്ലോ ചാർട്ടിൽ സ്ട്രോബെറിയെ ഈ ഒരു രീതിയിൽ വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു വെച്ച് കൊടുത്തു. ബാക്കി എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. റെഡ് കളർ ചാർട്ട് ഞാനങ്ങനെ നോക്കി നടന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് യെല്ലോ കളർ ചാർട്ടാണ്. അപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് വരുന്ന ഡോട്ട്സ് യെല്ലോ കളർ ആയതുകൊണ്ട് ആദ്യം ആ ഡോട്ട്സിന് അങ്ങനെ നിർത്തി ബാക്കി പോർഷൻസിൽ റെഡ് കളർ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പൊക്കെ വരച്ചു കൊടുത്തു. ആ ഒരു ഓവൽ ഷേപ്പ് വരച്ച പോർഷനിൽ വിട്ടിട്ട് ബാക്കി എല്ലാ പോർഷനിലും റെഡ് കളർ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പെയിൻറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് അങ്ങോട്ട് സക്സസ് ആവാത്തത് കൊണ്ട് ഞാൻ ആ ചാർട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് റെഡ് കളർ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരു യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ നീളത്തിന് ഡോട്ടോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലേ അതൊരു സ്ട്രോബെറിയുടെ സ്ട്രക്ചറിലേക്ക് വരുള്ളൂ. ഞാനിവിടെ സ്ട്രോബെറിയുടെ പുറത്ത് വരുന്ന ആ ഒരു സീഡിനെ സങ്കല്പിച്ചുകൊണ്ട് യെല്ലോ ഡോട്ട്സ് കൊടുക്കുന്ന സമയത്ത് മോൻ അവിടെ അതിൻ്റെ പുറത്ത് വെക്കുന്ന ഞെട്ടുണ്ടല്ലോ, അതിന് വേണ്ടി ഒരു ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ യെല്ലോ കളർ ചാർട്ടിൽ തന്നെയാണ് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തേ. അതുപോലെ ഒരു കട്ടിയുള്ള ചാർട്ടിലും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്രൗൺ പോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു ബുക്കിൻ്റെ വലുപ്പത്തിലൊക്കെയുള്ള ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇൻവിറ്റേഷൻ കാർഡാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 സ്ട്രോബെറിയുടെ ലീഫിൻ്റെ പടം വരച്ചു. അതിനത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് ഗ്രീൻ കളർ അപ്ലൈ കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ട്രോബെറിയുടെ സൈഡിലായിട്ട് ലീഫ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലീഫ് സെറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ 4 സൈഡിലും ഹോളൊക്കെ ഇട്ട് ഒരു ചരടൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇതുപോലെയാണ് ഗ്രൂം ചെയ്തത്. Hello everyone, I am an apple. My color is red. I am very sweet and healthy. Okay, bye bye. Everyone, I am grapes. My color is purple. I am very sweet. Okay, bye bye. Hello everyone, I am mango. My color is yellow. I am very sweet. Okay, bye bye. Everyone, I am pineapple. My color is yellow. I am very sweet. Okay, bye bye. Everyone, I am strawberry. My color is red. I am very sweet. Okay, bye bye. Hello everyone, I am orange. My color is orange. I am very sweet. Okay, bye bye. Let's all sing, juicy, tasty.